ചെർപ്പുളശ്ശേരി നഗരസഭയുടെ പരാതി അദാലത്ത് എന്ന പേരിൽ 14, 15, 16 തീയതികളിൽ നമ്മുടെ EMS കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പരിപാടി നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നഗരസഭയിൽ പല വിഭാഗത്തിലെ ആക്ഷേപങ്ങളും നിവേദനങ്ങളും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ സ്മാർട്ടിൽ വന്ന അപേക്ഷകൾ ആണ് ആദ്യം നമ്മൾ തീർപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്മാർട്ടിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ 24-25 വർഷത്തിലെ വന്ന പരാതികൾ, ആ പരാതികൾ തന്നെ 2-3 വിഭാഗമായിട്ടുള്ള പരാതികളുണ്ട്. ഒന്ന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പരാതികൾ. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പരാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പരാതികൾ സാധാരണ നമ്മളെ അതിർത്തി തർക്കങ്ങളതിൽ വരും, റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വരും, റോഡ് തകർന്നത് വരും, അതുപോലെ തന്നെ മറ്റേ രീതിയിലുള്ള പശ്ചാത്തല മേഖലയിലത്താണ് ഏറ്റവും കൂടുതൽ. അതോടൊപ്പം തന്നെ ചിലപ്പോൾ കെട്ടിടങ്ങളുടെ പരാതികൾ വരും. പക്ഷേ കെട്ടിടങ്ങളുടെയൊക്കെ പരാതി നമുക്ക് ബിൽഡിംഗ് റെഗുലേഷൻ ആക്ട് ബാധകമായി ഉള്ള ഒരു നഗരസഭ അല്ലെങ്കിൽ അതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പരാതികളിൽ ഞങ്ങൾക്ക് നഗരസഭയിൽ വെച്ച് തീർപ്പാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഈ പരാതിയായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ബിൽഡിംഗ് മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം പലതും ഇപ്പോൾ നമ്മുടെ നിലവിൽ ചെയ്യാൻ പാടില്ലാത്ത രീതിക്ക് അനുസരിച്ച് മാലിന്യത്തിൻ്റെ കണിശമായിട്ടുള്ള നിയമം നിലവിൽ നിൽക്കുക. അങ്ങനെ വരുമ്പോൾ പ്ലാസ്റ്റിക് കത്തിച്ചതിന് ചിലപ്പോൾ ചില കടക്കാർക്ക് 5,000, 2,000, 10,000 അല്ലെങ്കിൽ വലിച്ചെറിയൽ സംവിധാനത്തിന് അങ്ങനെയെല്ലാം ചിലപ്പോൾ എന്താ വെച്ചാൽ കടകളിലൊക്കെ അനാരോഗ്യമായിട്ടുള്ള ചില ശീലങ്ങൾ ഉള്ള അവിടെ എല്ലാം നമ്മുടെ ഹെൽത്തിൽ പോയിട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ച് ഫൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5,000 വരെ ഫൈനുണ്ട്, 10,000 വരെ ഫൈനുണ്ട്, 25,000 വരെ ഫൈനുണ്ട്. ചെയ്യരുത് എന്ന് പറഞ്ഞാലും ചെയ്യുന്ന രീതിക്ക് അതും പലതും കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഈ ഭരണസമിതി നോക്കുമ്പോൾ അങ്ങനെ കുറേ എഞ്ചിനീയറിംഗ് വിഭാഗം, അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗം, ഹെൽത്ത് വിഭാഗം എന്നുള്ള, അപ്പോൾ ഇവർക്ക് നിവേദനങ്ങൾ ആൾക്കാർക്ക് കൊടുത്തതും അതുപോലെ തന്നെ ഇതെല്ലാം ഒരു തീർപ്പാക്കലിലെ ഒരു ഉദ്ദേശം ഭരണസമിതി ഒരു സദ്ഭരണം നമുക്ക് എത്തിക്കണം. ആ സദ്ഭരണം എത്തിക്കുന്നതിൻ്റെ ഒരു പ്രായോഗിക കടമ ചെയ്യണം ഭരണസമിതി. അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ ഒരു പരാതി പരിഹാര അദാലത്ത് എന്നുള്ള രീതിക്ക് അനുസരിച്ച് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളതിൽ പരമാവധി ഓരോ വിഭാഗം സെക്ഷനിൽ ആ പരാതി തന്നിട്ടുള്ള ആ ആൾക്കാരിൽ നിന്ന് പരാതിക്കാർക്ക് ആവശ്യമായുള്ള നോട്ടീസുകൾ കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഇനിയും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ആ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് അതും തീർപ്പാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു സതുദ്ദേശത്തോടു കൂടിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഇതൊരു അന്തിമമല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു ടച്ചിങ്, പരാതി പരിഹാരത്തിൻ്റെ ഒരു ടച്ചിങ് എന്ന് മാത്രമാണ്. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നഗരസഭാ കൗൺസിലർമാരും എല്ലാവരും ഇരുന്നുകൊണ്ട് ഒരു നല്ല പരിപാടിയായിട്ട് നീക്കണം എന്നുള്ളതാണ് പറയുന്നത്. 14, 15, 16 നാളെ മറ്റന്നാൾ 4-ാം നാൾ എന്ന രീതിക്ക് അനുസരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്കകത്തെ വിവിധങ്ങളായിട്ടുള്ള പരാതികൾ പല സമയങ്ങളിലായിട്ടും അപ്പോൾ സ്മാർട്ടാക്കിയ ശേഷം പല പ്രദേശത്തും ഓൺലൈനായിട്ട് വന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. ആ പരാതികൾ പരമാവധി പരിഹരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാവുന്നത്. മാത്രമല്ല 33 വാർഡിനകത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ, ഭരണസമിതിയാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു നേർക്കുനേർ പരിപാടി എന്ന രീതിയിലാണ് ഇപ്പോൾ വൈശ്വരം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ നാളെയും മറ്റന്നാളായിട്ട് വിറ്റോസായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആർക്കെങ്കിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ഉള്ള പേപ്പറിൽ എഴുതി കൊണ്ടുവരിക. അതുകൂടെ നമുക്ക് പരിഹരിക്കാവുന്ന രീതിയിലുള്ള പരിഹരിക്കാൻ പറ്റുന്ന പരാതികൾ പരിഹരിക്കുകയും അതുപോലെ മേൽ നടപടികളും മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം. ചെർപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെർപ്പുളശ്ശേരി.